ഉറപ്പാകുന്നു. കേസുമായി ബന്ധപ്പെട്ടു ഈ നടനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നടിയെ ആക്രമിച്ച് പകർത്തിയ വീഡിയോ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതായും അവിടെ നിന്ന് നാട്ടിലേക്ക് അതിന്റെ ഒരു കോപ്പി എത്തിയ റൂട്ടും പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. അവരുടെയെല്ലാം മൊഴിയെടുത്തു. കാറിനുള്ളിൽ വെച്ച് നടി ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന വീഡിയോ മാത്രമാണ് പ്രമുഖൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് അനായാസമായി ലഭിക്കുമെന്നും നടിയെ വേഗത്തിൽ ഭയപ്പെടുത്താൻ സാധിക്കുമെന്നും വഴങ്ങുമെന്നുമുള്ള ധൈര്യം സുനിക്ക് കൊടുത്തിരുന്നു. നടി ഇതൊരിക്കലും പുറത്തു പറയില്ല. സംഭവത്തിന്റെ ഗൂഢാലോചനക്കായി നേരിട്ടും അല്ലാതെയും 3ലേറെ തവണ സുനിയുമായി നടൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെടുന്ന വീഡിയോ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന വിവരം. നടിയുടെ വീഡിയോ പ്രമുഖനെ എന്ത് ആവശ്യത്തിനുപയോഗിക്കാനാണ് എന്ന് സുനിക്ക് വ്യക്തതയില്ല. ഗൂഢാലോചനയുടെ പിന്നിലെ പ്രമുഖ നടന്റെ സാന്നിധ്യവും കൃത്യനിർവഹണത്തിന്റെ വിവരണവും തനിക്ക് ലഭിച്ച തുകയും പൾസർ സുനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു കൊടുത്തു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് തെളിവ് ശേഖരണം നടത്തിവരികയാണ് എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ കേസിൽ പ്രതിയാണെന്നു ഏറ്റവും അധികം സംശയിക്കപ്പെടുന്ന പ്രമുഖ നടൻ അടുത്ത സമയത്ത് ഒരു അഭിമുഖത്തിൽ വാർത്താമാധ്യമങ്ങളെ പരിഹാസപൂർണ്ണ വിമർശിക്കുകയും പല പ്രമുഖ മാധ്യമ പ്രവർത്തകരെയും വ്യക്തിപരമായി പേരെടുത്ത് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് നടിയും ആവർത്തിച്ചു.